ഹരിതകർമ്മം തുടരട്ടെ. ഓരോ വെല്ലുവിളിയിലും ഒന്നോ അതിലധികമോ അവസരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. കടന്നുപോയ മഹാമാരിക്കാലം പലരെയും പഠിപ്പിച്ചൊരു പാഠം മാത്രമല്ലിത്. എല്ലാ പ്രശ്നങ്ങളും തേടുന്നത് പരിഹാരവുമായി എത്തുന്ന ആരെയാണ്. പരിഹരിക്കൽ എന്ന പുണ്യപ്രവൃത്തി ഇത്തിരി കലാപരമായി ദീർഘവീക്ഷണത്തോടെ ആധികാരികമായി ചെയ്യുമ്പോഴാണ് പരിഹരിക്കലിനൊപ്പം അവസരങ്ങളുടെ വാതിലുകളും തുറന്നു വരുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ സ്വന്തം ഹരിതകർമ്മ സേനയെക്കുറിച്ച്. വീട് വീടാന്തരം കയറി ഇറങ്ങി എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ വേണ്ട എൻ്റെയും കൂടി ഉത്തരവാദിത്തം എന്ന മലയാളിക്കത്ര സ്വീകാര്യമല്ലാത്ത എന്ന സന്ദേശത്തെയാണ് ഈ സേന കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിൽ കാലിച്ചാക്കുകളുമായി വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യ വസ്തുക്കൾ ശേഖരിക്കാൻ എത്തിയ പച്ചയുടുപ്പിട്ട സഹോദരിമാർക്ക് അത്ര നല്ല സ്വീകരണമല്ല പ്രബുദ്ധ കേരളം നൽകിയത്. നഗരങ്ങളിലും ചെറു പട്ടണങ്ങളുമൊക്കെ പലതും പരീക്ഷിച്ച് ഇതിനോടകം മടുത്തിരുന്നതിനാൽ ഹരിതകർമ്മ സേന എന്ന പുതിയ സംവിധാനത്തിന് കുറച്ചുകൂടി സ്വീകാര്യത ലഭിച്ചു. വലിച്ചെറിയാനും കൂട്ടിയിട്ട് കത്തിക്കാനും ഒക്കെ കുറെ കൂടി സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഗ്രാമങ്ങൾ പക്ഷേ ഈ സംവിധാനത്തോട് ഇടയാൻ ശ്രമിച്ചു. നമ്മുടെ ഗ്രാമങ്ങൾ എന്നാൽ ഇന്ന് ഏതൊരു വമ്പൻ നഗരത്തോടും കിടപിടിക്കുന്ന ജീവിത നിലവാരവും ഉപഭോഗ സംസ്കാരവും പിന്തുടരുന്നവയായതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള മാലിന്യ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ മുന്നേറിക്കൊണ്ടുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേവലം നഗര കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ ശ്രമങ്ങൾ കേരളത്തിന്റെ കാര്യത്തിൽ തീരെ മതിയാവില്ല എന്ന തിരിച്ചറിവ് അലട്ടിയതുകൊണ്ടാകണം അനുനിമിഷം നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രാമങ്ങളിൽ ഹരിതകർമ്മസേന വേരുകൾ ഉറപ്പിച്ചേ മതിയാകൂ എന്ന തീരുമാനം ഒരു ഹരിത തരംഗമായി പടർത്തുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ എല്ലാം ചലിച്ചു തുടങ്ങിയത്. പിന്നീട് സംഭവിച്ചത് മാലിന്യത്തിന്റെ നിർവചനം തന്നെ മാറ്റി എഴുതിയ പുതുചരിതം. എവിടെ നിന്നൊക്കെയോ ലഭിക്കുന്ന ഫണ്ടൊഴുക്കി കൂലിക്ക് ആളെ നിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ച് പാതി വഴിയിൽ സുല്ലിട്ട് പിരിയുന്ന കാഴ്ചകൾ ശീലമാക്കിയ മലയാളി സമൂഹത്തിനു മുന്നിൽ ഹരിതകർമ്മസേന വേറിട്ടൊരു കാഴ്ചയുമായി പാഠവുമായി. 2-3 വർഷത്തെ മാത്രം ചരിത്രം പറയാനുള്ള ഈ സംരംഭത്തിന്റെ പേരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളിലൂടെ ന്യൂസ് ബാൻഡിന്റെ ഈ ലക്കം അഭിമാനപൂർവ്വം പ്രതീക്ഷാ നിർഭരമായ നാളെയിലേക്ക് എന്ന പോലെ കടന്നു പോവുകയാണ്. ഒപ്പം ചേരുക, ഞാൻ അനുപ്രിയ. മാലിന്യമുക്ത കേരളം സംഭവിച്ചു കഴിഞ്ഞു. വഴിയോരങ്ങളിൽ പറന്നു കളിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ പഴങ്കഥയായി. കടകളിൽ പേപ്പർ കവറുകൾ മാത്രമായി എന്നൊന്നുമല്ല പറഞ്ഞു വെക്കുന്നത്. പലതും നമ്മുടെ കൺമുന്നിൽ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നത്തെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നതിന്റെ മികച്ച ഒരു മോഡൽ നിലവിൽ വന്നിരിക്കുന്നു. ഈ മോഡലിന് ഇനി മുന്നോട്ട് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ കീ ടേക്ക് അവേ. ഒരു സമൂഹത്തിന്റെ മാലിന്യം എന്ന ഭാരം ചുമക്കുന്നവർ എന്ന ഐഡന്റിറ്റി അല്ല ഇന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ളത്. മറിച്ച് നാടിന്റെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ തൊഴിലും വരുമാനവും നേടി സ്വയം സ്മാർട്ടാകുന്ന കൗശലം നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദമാണ് അവരുടെ പുതിയ ഐഡന്റിറ്റി. സത്യത്തിൽ ഇത്തരം ചില അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് മാറി നിൽക്കുന്ന നൈപുണ്യമാണ് ഇനി അങ്ങോട്ട് ഭരണാധികാരികൾ കാണിക്കേണ്ടത്. നോക്കാം ചില കണക്കുകൾ. 2023 കേരളം ഉപേക്ഷിച്ച 45,000ഓളം ടൺ സോളിഡ് വേസ്റ്റ് ആണ് ഹരിതകർമ്മസേന ശേഖരിച്ച് വിവിധ ഏജൻസികളിലൂടെ വിറ്റഴിച്ച് 8 കോടിയിലേറെ രൂപ ഖജനാവിലെത്തിച്ചത്. 35,000 പേർ ഉൾപ്പെടുന്ന ഈ വനിതാ മുന്നേറ്റത്തിന് പ്രതിമാസം ശമ്പളത്തിനായി 70 ലക്ഷം രൂപയാണ് അനുവദിക്കപ്പെട്ടത്. വിവിധ നിരക്കിലുള്ള യൂസർ ഫീ ശേഖരണം ഏതാണ്ട് 100% അടുക്കുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും പതിപ്പിച്ചിരിക്കുന്ന QR കോഡുകൾ സേനാംഗങ്ങളെ ഹരിതകർമ്മസേന ആപ്പിലേക്കും ഹരിതമിത്രം ആപ്പിലേക്കുമൊക്കെ നയിക്കുന്നു. കാര്യങ്ങളെല്ലാം ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് വളരുകയാണ്. നേതൃത്വ നിരയിലേക്ക് സാങ്കേതിക ബിരുദധാരികൾ നിയോഗിക്കപ്പെടുകയാണ്. ഹരിതകർമ്മസേനയ്ക്ക് നൽകേണ്ടതായ ഫീസിൽ കുടിശ്ശികയൊന്നുമില്ല എന്ന സാക്ഷ്യപത്രം ഓരോ പൗരനും കരുതേണ്ട രേഖയായി മാറിയിരിക്കുന്നു. ഇനി യാത്ര മുന്നോട്ട് മാത്രം എന്ന് സൂചിപ്പിച്ചത് ഇതുകൊണ്ടൊന്നുമല്ല. പിന്നെയോ തുടക്കത്തിൽ സൂചിപ്പിച്ച പ്രശ്നങ്ങളെ ഖനനം ചെയ്യുമ്പോൾ അവസരങ്ങൾ തുറന്നു കിട്ടുന്ന മാന്ത്രിക വിദ്യയില്ലേ, അതുതന്നെ ഹരിതകർമ്മ സേനയിലൂടെ അത് സംഭവിച്ചിരിക്കുന്നു. തുടക്കത്തിൽ മാലിന്യം ചുമന്ന് നീക്കിയിരുന്ന സേനാംഗങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്ത് മാലിന്യം നീക്കം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല പോലുള്ള ആഘോഷവേദികളെ മണിക്കൂറുകൾക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലാക്കാനുമൊക്കെ ഈ സേന മുന്നിട്ടിറങ്ങുന്നു. കുടുംബശ്രീയുടെ ഒരു എക്സ്റ്റൻഡഡ് വെർഷനായി ഈ സംവിധാനം പൊതു തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പിന് പോലും പിന്തുണ നൽകുന്നു. ഒരു പ്രശ്നം, പരിഹാരം, പ്രശ്നബാധിതർ, ഗുണഭോക്താക്കൾ തുടങ്ങി എല്ലാം ഒരു നൂലിൽ കോർക്കപ്പെടുന്നതിന്റെ ശക്തിയും സൗന്ദര്യവുമാണ് ഹരിതകർമ്മസേന. അർത്ഥപൂർണമായ ഒരു കാത്തിരിപ്പിന് സ്കോപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി കാത്തിരിക്കാം മാലിന്യമുക്ത കേരളത്തിന് വേണ്ടി. ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുമായി ന്യൂസ് ബാൻഡിലൂടെ വീണ്ടും കാണാം. ബൈ.